അതാട്ടെ നമ്മൾ എന്തിനാ വന്നിവിടെ? എന്തിനാ വന്നേ? പഠിക്കാനാ വന്ന്. ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? ഇപ്പോള് പഠിച്ചു അല്ലേ? ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? പഠിച്ചു. എന്താ പഠിച്ച? എന്താ പഠിച്ച? ABCD പഠിച്ചു. ABC പഠിച്ചു. നിങ്ങള് പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? ABCD പഠിച്ചോ? പഠിച്ചോ? നിങ്ങളൊക്കെ ABCD പഠിച്ചോ? ആ പഠിച്ചു. നിങ്ങൾ പഠിച്ചോ? നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചു വന്നത് ഇതുവരെ? ഇവിടുത്തെ ടീച്ചർ. നീ കുറച്ച് മുമ്പ് കൂടെ ഒന്നും ഉണ്ടാക്കാറ് വരാത്തവരാണ് ഞാൻ പറഞ്ഞത്. ആ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ? നിങ്ങളൊക്കെ ആരാ പഠിപ്പിച്ചത്? എന്തും പഠിപ്പിച്ചിട്ടുണ്ടോ? ആരെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും പഠിച്ചില്ല? ഒന്നും പഠിച്ചില്ല? ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, മാങ്ങ തിന്നിട്ടുണ്ടോ? മാങ്ങ തിന്നിട്ടുണ്ടോ? നല്ല ഇഷ്ടമാണോ? എന്താ ഇഷ്ടം മാങ്ങക്ക്? മാങ്ങക്ക് എന്താ? മാങ്ങ എത്ര ഇഷ്ടം? മാങ്ങയോടെ എത്ര ഇഷ്ടം? മാങ്ങ ഇഷ്ടമാണോ? മാങ്ങ ഇഷ്ടമാണോ മോക്ക്? ഇഷ്ടമാണോ? മാങ്ങ എന്താ എത്ര ഇഷ്ടം? എന്താ മാങ്ങയോട് ഇത്ര വലിയ ഇഷ്ടം? മധുരം ഉണ്ടല്ലേ? മാങ്ങക്ക് നല്ല മധുരം ഉണ്ട്. മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം അറിയിച്ചെന്ന് ആരാ? മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെന്ന് നിങ്ങൾ അറിയിച്ചത് ആരാ? നിങ്ങൾ തിന്നോണ്ടല്ലേ? ആരാ മാങ്ങ തന്നേ? മരം. വെരി ഗുഡ്. വെരി ഗുഡ്. ശരിയാണ്. നമ്മളൊക്കെ അമ്മയേക്കാ വലിയ അമ്മയാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളെ നമ്മളെ സഹായിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്. ശരിയാ അല്ലേ? അമ്മ മാത്രമല്ല ഇപ്പൊ എന്നെ പഠിപ്പിച്ചത്. പെട്ടെന്ന് അമ്മ മാത്രല്ല പഠിപ്പിച്ചത്, മരവും പഠിപ്പിച്ചു അല്ലേ? ഇങ്ങനെ ഒരുപാട് ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ. അപ്പോ നമ്മളെല്ലാരും കൂടി ഇവിടെ എത്തിയില്ലേ? ഇവിടെ എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പഠിക്കണം? നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോ നമ്മൾ അറിയാതെ പലതും പഠിക്കും. രക്ഷിതാക്കളോട് കൂടിയാ പറയാനുള്ളത്, ഈ കുട്ടികളുടെ പഠനം കൂട്ടായ പഠനം. അത് മാത്രമല്ല, ഇവിടെയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കാര്യക്ഷമമായി നടക്കുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കേരളത്തിലാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രയേറെ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനം വരെ അവരുടെ ഭക്ഷണത്തിൽ. കാരണം അത് വളരെയേറെ പഠനത്തിന്റെ ഭാഗമാണ്. ഒരുപാട് കാലം ഇതിനെപ്പറ്റി പഠിച്ചു. കുട്ടികളിൽ ഇപ്പൊ വല്ലാത്ത തരത്തിൽ കായികക്ഷമത കുറഞ്ഞു പോകുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ കായികക്ഷമത വളരെ കുറവ് തന്നെയാണ്. കാരണം നിങ്ങൾ അതിന്റെ കാരണം ആരാ കാരണം? ഒന്ന് വീണാൽ അപ്പാട് ഓടി, അയ്യോ മുഖത്തെ പറ്റിയില്ലേ എന്ന് പറയില്ലേ? ഒന്ന് ഓടാൻ നിങ്ങൾ സമ്മതിക്കോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ അമ്മ തരൂ. എന്താ ഇഷ്ടം? എന്താ ഇഷ്ടം നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ഏറ്റവും ഇഷ്ടം എന്താ തിന്നാൻ? ഏറ്റവും ഇഷ്ടം എന്താ നിങ്ങൾക്ക്? എന്താ ഇഷ്ടം തിന്നാൻ? മിഠായി അല്ലേ? മിഠായി അല്ലേ? മുട്ടായി അല്ലേ? അല്ലേ? അതന്നെ, അതൊക്കെ നമുക്ക് തരാ അമ്മ. പക്ഷെ നമ്മളെ കായികക്ഷമത, നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി അമ്മക്കത് മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ നിന്നാത്തോണ്ടാട്ടോ. ഇഷ്ടമില്ല നിങ്ങൾക്ക് തരണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ തരണ്ടൂ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മറന്നു പോകാൻ. ആ രീതിയിൽ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും ആരോഗ്യവും ഒക്കെ നന്നാക്കുന്ന രീതിയിലേക്കുള്ള ഭക്ഷണവും ആവശ്യമായ വിദ്യാഭ്യാസവും, വേണ്ടാത്ത വിദ്യാഭ്യാസവും അല്ല, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങളായി ഈ പ്രൈമറി കേന്ദ്രങ്ങളൊക്കെ മാറ്റി. പ്രൈമറി കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. വന്ന പാട് ഞാനൊരു പാട്ട്, നിങ്ങൾ കേട്ടോ? പാട്ട് കേട്ടോ? മിന്നിങ്ങനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. മിന്നിങ്ങനെ പിടിക്കലല്ല. പാടിയട്ടെ. മിന്നിങ്ങനെ ഒന്ന് പാടും. ഒന്ന് പാടും. മിന്നിങ്ങനെ ഒച്ചൽ പാടും.
പിടിക്കലല്ല ജീവിതം. ആ പിന്നെ എന്തിനെ പിടിക്കണം? എന്തിനെ പിടിക്കട്ടെ? ആ വെരി ഗുഡ്. സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. എന്തെങ്ങനെ പറഞ്ഞത്? പിന്നാമനിങ് എന്ന് പറഞ്ഞാലൊരു ചെറിയ കാര്യമാണ്. അതൊന്നും പോരാ, നമുക്ക് വലിയ കാര്യങ്ങൾ നേടണം. ഒരുപാട് വലിയ കാര്യങ്ങൾ നേടണം. അതൊക്കെ നമുക്ക് സ്വന്തമാക്കണം. ഇതിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ആ അതിനാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആരാ നിങ്ങളെ കൂട്ടി വന്നത്? ആരാ നിങ്ങളെല്ലാം കൂട്ടി വന്നത്? അമ്മയാ? നിങ്ങളുടെ കാര്യത്തിൽ അമ്മയാണോ അച്ഛനാണോ വളരെ ശ്രദ്ധ? അമ്മയ്ക്കാണോ അച്ഛനാണോ? ആരാ കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് ആരോടാ ഇഷ്ടം? ആരോടാ ഇഷ്ടം? അമ്മയോടാണോ അച്ഛനോടാണോ? രണ്ടാളോടോ അല്ലേ? രണ്ടാളോടോ അല്ലേ? രണ്ടാളും നിങ്ങളെ. പക്ഷെ അമ്മ അധികം എത്തുക കൂടിയൊക്കെ അല്ലേ? അത് നമ്മളൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാ. എല്ലാ കാര്യത്തിലും ഇപ്പോ അമ്മമാരാ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അച്ഛന്മാർക്ക് അതിനൊന്നും നേരം ഇല്ല കേട്ടോ. ഞാനടക്കമുള്ള ആളുകൾക്ക്. അപ്പൊ അതാണല്ലോ പറ്റിയത്. അമ്മ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ ചെയ്തു തരുന്നുണ്ട്. ഉണ്ടാവും, ചെയ്തു തരുന്നുണ്ടാവും. ഓടി വരും നേരമെന്നെ ഓമനിക്കുമമ്മ, ഓടി വരും നേരമെന്നെ ഓമനിക്കുമമ്മ, പാലു തരും പീപ്പി തരും പാവ തരുമമ്മ, പാലു തരും പീപ്പി തരും പാവ തരുമമ്മ. പിന്നെയോ നിങ്ങൾക്കൊക്കെ വേണ്ടേ? പട്ടുടുപ്പ് തുന്നിത്തരും. അല്ലേ? അല്ലേ? ആണോ? അമ്മയാണോ? കേട്ടല്ല. പട്ടുടുപ്പ് തുന്നിത്തരും, കൊച്ചു കഥ ചൊല്ലിത്തരും. കൊച്ചു ഇല്ലേ? അമ്മ പറഞ്ഞു തരാറുണ്ടോ കഥ? കഥ പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞു തരാറുണ്ടോ? അമ്മമാർക്കൊന്നും ഇപ്പൊ കഥ അധികം അറിഞ്ഞുകൊടുത്തോ? കഥ പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആരാ? ആരായിരുന്നു കഥ പറയുന്ന ആളുകൾ? മുത്തശ്ശിമാരിപ്പോ മുത്തശ്ശിമാരുടെ അഭാവം വല്ലാതെ ബാധിക്കുന്നുണ്ട് കഥ പറയുന്നത്. ആ കഥ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഇനി അമ്മമാരോടും കൂടിയാ പറയാനുള്ളത്, കഥ പറഞ്ഞേ മതിയാവും. കഥ വല്ലാതെ കുട്ടികളെ സഹായിക്കും. അവരുടെ ഭാഷയെ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഥ പറയുന്നത്, കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഭാഷയെ മാത്രമല്ല, അവരെ നല്ല ഭാവനയെ വളർത്താൻ അത് വളരെയേറെ സഹായിക്കും. കഴിയുന്നതും നിങ്ങളൊക്കെ എവിടുന്നെങ്കിലും കഥകൾ വായിച്ചുകൊണ്ട് ആ കഥകൾ എന്നിട്ട് ഭക്ഷണം കൊടുക്കൂ നിങ്ങൾ. അപ്പം എന്നിട്ട് കഴിക്കട്ടെ. കഥ പറഞ്ഞു കൊടുത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കട്ടെ. കൊച്ചു കഥ ചൊല്ലിത്തരും. പിന്നെ എന്ത് ചെയ്യും? പൊട്ടുതൊടിക്കും, പൊട്ടുതൊടിക്കും. അല്ലേ? തൊട്ടതല്ലേ? ആരാ പൊട്ടോട്ടെ? ആരാ പൊട്ടോട്ട് വന്നേ രാവിലെ? ആരാന്ന് ഉറപ്പില്ല അല്ലേ? ചേച്ചിയാ ആയിരിക്കാം. ഓടി എല്ലാവരും പാടിക്ക്. ഓടി വരും നേരമെന്നെ. ഒന്ന് പാടി നോക്കടോ. ഓടി വരും പറ. ഓടി വരും നേരമെന്നെ, ഓടി വരും നേരമെന്നെ ഓമനിക്കുമമ്മ. വേണ്ട. പാലു തരും പീപ്പി തരും പാവ തരുമമ്മ, പട്ടുടുപ്പ് തുന്നിത്തരും കൊച്ചു കഥ ചൊല്ലിത്തരും. പൊട്ടുതൊടിക്കും, പൊട്ടുതൊടിക്കും. അമ്മയാണു പാരിടത്തിൽ എന്നും എന്റെ ദൈവം. അമ്മയാണു പാരിടത്തിൽ എന്നും എന്റെ ദൈവം. അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം. അങ്ങനെ ഒരിക്കലും മറക്കാത്ത അമ്മ നിങ്ങളെ സ്നേഹത്തോടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നന്നായി വലിയ ലോകം കീഴടക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. അടുത്ത് 2 വാക്ക് മുമ്പോട്ടും പറയും.